ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള വിവരങ്ങൾ വരുന്നത്. നാളെ ഇനി കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കം കൂടിയുണ്ട്. പുതിയ വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ലൈംഗിക ചുവയോടുള്ള പരാമർശം നടത്തിയതിനാണ് ഇപ്പോൾ പുതിയ വകുപ്പ് കൂടി ചുമത്തിയിട്ടുള്ളത്. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി നാളെ കോടതിയിലടക്കം ഹാജരാക്കും. സഫാൻ വിപിയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സഫാൻ, അറസ്റ്റ് രേഖപ്പെടുത്തി, ഇനി മറ്റു നടപടികൾ? വർഷ, രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ 4:30 കൂടിയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം വിശദമായി ആദ്യം AR ക്യാമ്പിലും പിന്നീട് സൈബർ പോലീസ് ആസ്ഥാനത്തും വിശദമായി ചോദ്യം ചെയ്ത് തെളിവ് ശേഖരിച്ച ശേഷം ഒരു അറസ്റ്റിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായതിനേക്കാൾ BNS 75 വകുപ്പ് കൂടി ചേർത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ലൈംഗിക ചുവയോടുള്ള പരാമർശം നടത്തിയതാണ് പുതിയ വകുപ്പ്. രാഹുൽ ഈശ്വറിനെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ മണിക്കൂറുകളായി 4:30 കൂടി ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിലായി ഉണ്ടായിരുന്നത്. രാഹുൽ ഈശ്വർ തുടക്കം മുതൽ പറഞ്ഞിരുന്ന ഒരു വാദം ഈ യുവതിയുടെ ഇരയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന വിധത്തിൽ താനൊന്നും സംസാരിച്ചിട്ടില്ല, നിയമത്തിന് വിധേയമായിട്ടായിരുന്നു തന്റെ പരാമർശങ്ങളേറെയും എന്നുള്ളൊരു പരാമർശമായിരുന്നു രാഹുലിന്റെ വാദത്തിൽ ഉണ്ടായിരുന്നതിൽ. എന്നാൽ ആ വാദം പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ FIR അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കും പോലീസ് നടക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനം രാവിലെയാണ് പരാതി വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 12 വീഡിയോകൾ രാഹുൽ ഈ കേസിൽ അതിജീവിത പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ 12 വീഡിയോ ചെയ്തിരുന്നു. അത് കൃത്യമായി അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോൾ അവർക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിന് കാരണമാകുന്ന തരത്തിലുള്ള വീഡിയോകളാണ് എന്നാണ് ഈ പോലീസ് കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാളെ രാവിലെ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സഫാൻ, അതാണ് ഈ കേസിന്റെ ഒരു ആധികാരികത കൂടി മനസ്സിലാക്കിയതിനു ശേഷമാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷവും താൻ ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണോ രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നത്? വർഷ, രാഹുൽ ഈശ്വർ ആണെങ്കിലും രാഹുൽ ഈശ്വറിന്റെ ഭാര്യയോടും നമ്മൾ സംസാരിക്കുന്നു. അവരൊക്കെ ഉയർത്തുന്ന വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ പിന്തുണച്ചതിന് അപ്പുറത്തേക്ക് ഇരയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന വിധത്തിൽ തങ്ങളൊന്നും നടത്തിയിട്ടില്ല. നിയമത്തിന്റെ ആനുകൂല്യത്തിൽ നിന്നുകൊണ്ടാണ് തങ്ങളുടെ പ്രതികരണം, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം എന്ന തരത്തിലായിരുന്നു ഇവരുടെ വാദമുണ്ടായിരുന്നത്. എന്നാൽ കൃത്യമായി രാഹുൽ ഈശ്വറിന്റെ വീഡിയോ നമുക്ക് പരിശോധിക്കുമ്പോൾ കൃത്യമായി കാണാൻ കഴിയുന്നത് ഈ അതിജീവിതയെ വ്യാജ അതിജീവിത എന്നടക്കമുള്ള പരാമർശം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ ലൈംഗിക ചുവയോടുകൂടി ഈ അതിജീവിതയുടെ ചിത്രം ചിത്രമാക്കിയൊക്കെ വെച്ച് അത്തരത്തിൽ ഈ ഒരു പ്രചരണം രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾ ഇടപെട്ടായിരുന്നു രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതായിട്ട് നമുക്ക് ആ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഒരു അറസ്റ്റിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ഈ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ ഈശ്വർ ഇപ്പോൾ ഉണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം അവരെയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നാളെ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലൈംഗിക ചുവയോടുള്ള പരാമർശം നടത്തിയതിന് പുതിയ വകുപ്പ് കൂടി ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിനുശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.